മാർച്ച് 29 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ യോഹന്നാൻ 19:23-30. ഇന്ന് പീഡാനുഭവ വെള്ളി. ഈശോയുടെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പുണ്യദിനം. യേശു മരിക്കുമ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി കീറുന്നു. അവന് അഭിമുഖമായി നിന്ന ശതാധിപൻ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന് വിളിച്ചു പറയുന്നു. ദേവാലയത്തിലെ തിരശ്ശീല കീറുന്നതോടെ ഏറ്റവും വലിയ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നു. കുരിശിൽ മരിക്കുന്ന ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്നതാണ് പുതിയ വെളിപാട്. ഹൃദയത്തിൽ നിറയെ കരുണയും സ്നേഹവുമായിട്ടാണ് യേശു മരണത്തിലേക്ക് നീങ്ങുന്നത്. ആരോടും പകയും പ്രതികാരവുമില്ലാതെ അവൻ സഹിച്ചു. ഹൃദയകാരുണ്യത്തോടെ തൻ്റെ കൊലപാതകളോട് അവൻ ക്ഷമിച്ചു. ഈ ശത്രുസ്നേഹമാണ് യേശുവിൻ്റെ മാനവികതയുടെ കൊടുമുടി. ഹൃദയത്തിൽ കരുണയും സ്നേഹവും നിറയുമ്പോഴാണ് നിന്റെ സഹനവും മുറിവുകളും രക്ഷാകരമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾക്കിടയിലും നമ്മുടെ കുരിശിനരികിൽ നിൽക്കുന്നവർക്കെല്ലാം സ്നേഹവും കരുണയും ക്ഷമയും പകർന്നു കൊടുക്കാം. തൻ്റെ സഹനങ്ങളുടെയും ശത്രുക്കളുടെയും പിറകിലെ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളെ കാണാൻ കഴിയുമ്പോഴാണ് നിത്യജീവനെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.